English standard 7, new lesson, lesson 5, last part 1. I think about your exam standard lesson 4. So the next lesson we have 3 to 7. So shall we start this one, lesson 5 and the last part 5. അതായത് അവസാനത്തെ ട്രക്ക് ഓടിക്കൽ എന്നാണ്. ഇത് ഓടിക്കുന്ന ആള് പിന്നെ ട്രക്ക് ഓടിക്കാൻ മേലാത്ത രീതിയിൽ അപകടത്തിൽപ്പെടുക. അതുകൊണ്ട് ലാസ്റ്റ് ട്രക്ക് അവസാനം ഓടിച്ച ട്രക്കാണ്. വളരെ രസകരമായ ഇന്ത്യൻ ലെസനാണ്. പഞ്ചാബിലുള്ള അമർ സിംഗും അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹായി നാദും മാത്രം കഥാപാത്രങ്ങളായിട്ടുള്ള ഒരു സംഭവം, ഉണ്ടായ സംഭവമാണ്. അപ്പോൾ shall we move to the lesson? The last part, the important one, is an Indian lesson. Written by Indian Roman lesson, written by Ruskin Bond. Ruskin Bond is a Russian writer. The subject in this lesson is an Indian, which is especially in the Punjabi Sikh. Because he is a Punjabi Sikh. The trust is riding in India, a limestone quarry. Quarry is a khani. So, Tuisad Williamson takes his battered old truck on the narrow mountainous road to the limestone quarry. He is in the habit of driving fast. The brakes of his truck are in good condition. What happens when a stray mode suddenly appears on the road? പ്രിയദർശൻ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം തൻ്റെ പഴകിയ അല്ലെങ്കിൽ പ്രായത്തിന ട്രക്കുമായിട്ട് പോകും. മലയുടെ അടിവാരത്ത്, മലയുടെ മുകളിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഖനി, ആ ഖനി ചുണ്ണാമ്പ് വെട്ടിയെടുക്കുന്ന ഖനി. ഈ ചുണ്ണാമ്പ് ഉപയോഗിച്ചാണ് വൈറ്റ് സിമെന്റ് ഉണ്ടാക്കുന്നത്. വൈറ്റ് സിമെന്റ് ഉണ്ടാക്കുന്ന ചുണ്ണാമ്പ് ഒത്തിരി കാര്യങ്ങൾ പെയിന്റെല്ലാം ഉണ്ടാക്കുന്ന ചുണ്ണാമ്പ്. ചുണ്ണാമ്പ് പാറയിൽ വെട്ടിയെടുത്ത് കൊണ്ടുപോയി ഡിപ്പോ എന്ന് പറയുന്ന സമയത്തുന്ന സ്ഥലം കൊണ്ടുപോകും. ഇത് പ്രിയദർശൻ ഒരു ദിവസം 2 പ്രാവശ്യം ലോഡ് കൊണ്ടുപോകും. 2 പ്രാവശ്യം ലോഡ് കയറ്റിക്കൊണ്ട് പോകും. അദ്ദേഹത്തിന്റെ ഹാബിറ്റാണ് അതിന് സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഒരു സ്പ്രേമോ ഓവർടൈം കുതിരയുടെ കഴുതയുടെ ഇടയ്ക്കുള്ള രണ്ടിനെയും കൂടിയ മിക്സ് സങ്കരമുള്ള ഒരു കോവർക്കഴുത റോഡിൽ വട്ടം ചാടി. അപ്പോൾ കഴുത്തെ രക്ഷിക്കാൻ വേണ്ടി പ്രിയദർശൻ ബ്രേക്ക് പോയി. എന്ത് സംഭവിക്കുമെന്ന് പാട്ട് നടത്തുന്നു. A horn blasted, shattered the sides of the mountain, and truck came round the bend in the road. റോഡിലെ വളവ് ഇവിടെ കടന്നു വരുന്നു. ഹെഡ് ഓഫ് ഗോഡ്സ് എന്ന് പറയുന്ന ഗോഡ്സ് എന്ന് പറഞ്ഞാൽ ആടുകൾ. ഹെഡ് ഓഫ് ആട്ടിന്റെ ലക്ഷ്യം. ഇവിടെ ഒരു ആടിന്റെ സ്കാറ്റേർഡ് ലെഫ്റ്റ് റൈറ്റ്, ഇടത്തേക്ക് വരും. കാരണം വണ്ടിയുടെ ഫോൺ കണ്ടപ്പോൾ ഓടി നിന്നിരുന്ന ആടുകളെ അങ്ങോട്ട് കൊണ്ടു. The gathered bush as a crowd has the emerald ground, and the trucker and left them behind was rattling in a stone, unpowered to the road. Or the wheel unpowered to the road means tarred at the road. കല്ലുകൾ മാത്രം കുത്തുകുത്തി നിന്ന റോഡ്. He, the wheel of the trucker, stroking his grey motion, sat Peterson, turbines him. It was his own. അപ്പോൾ Peterson's ട്രക്കാണ് ഗ്രേ മോഷൻ എന്ന് പറഞ്ഞാൽ നനച്ച താഴെ നടക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ ട്രക്ക് ഓടിക്കുകയാണ്. ആ റോഡ് കച്ചാ റോഡാണ്, പക്കാ റോഡല്ല, താഴത്തെ റോഡല്ല. അപ്പോൾ വണ്ടി വരുമ്പോൾ പൊടിയെല്ലാം പെട്ടെന്ന് ഇതിന് ലൈമാണ്. ചുണ്ണാമ്പിന്റെ പൊടി അവിടെ നിന്നെല്ലാം വരും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ താടി തരത്തിലുള്ള ചിത്രത്തിൽ കാണാം. വെള്ള താടിയുള്ള സിക്കുകാരനാണ് പ്രിയദർശൻ. ഹി ഡിഡ് നോട്ട് ഹാവ് എനിവൺ ടു ആരും നല്ല ട്രക്ക് ഓടിക്കാൻ വേണ്ടി സമ്മതിക്കാറില്ല. Every day he made 2 trips to the limestone and carried trucker loads limestone back to the depot at the bottom of the road. ഈ ഒന്നിന്റെ താഴെ ഉള്ള ഡിപ്പോയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് മറ്റോരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. He was paid a trip. ഓരോ ട്രിപ്പിന് ഇത്ര രൂപ വെച്ച് കൂലി കിട്ടും. Sitting beside him, the Nadu was a standing book. Standing book means അലക്ഷ്യമായിട്ട്, അതായത് മുടിയൊക്കെ ചെയ്യാതെ വസ്ത്രങ്ങളൊക്കെ കൊണ്ട് മുഷിഞ്ഞ
ഒരു പരിക്കനായാലുള്ള വാക്കിൻ്റെ അർത്ഥമാണ് സ്ട്രഗ്ലിംഗ്. ഒരു പരിക്കൻ കുട്ടിയാണ്, പക്ഷെ അവന് എത്ര വയസ്സായെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. ഡിഫിക്കൽട്ട് പ്ലസ് ഊരിയതും ഏകദേശം ഒരു 15 വയസ്സ് അടുത്തതാണ്. കാരണം അവന്റെ വില്ലേജുള്ള ആരും അവന്റെ ബർത്ത്ഡേ റെക്കോർഡ് ചെയ്തിട്ടില്ല. ജനിച്ചത് എന്നതില്ലാന്നില്ല, പിന്നീട് നോക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു. അവരുടെ അവരുടെ വില്ലേജിൽ ആരും അവന്റെ ജന്മദിനം എന്നാ ജനിച്ചിട്ടുണ്ട്, അവൻ എത്ര വയസ്സെന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 15 വരെ. ബട്ട് ഈ ഹാർഡ് ലൈഫ് പ്രോബ്ലം മേടിക്കുമ്പോൾ അവന്റെ അപ്പോഴത്തെ കഠിനമായ ജീവിതം അവന് കൂടുതൽ പ്രായമുള്ളതായിട്ട് കാര്യം 15 വയസ്സിൽ ഒഴിച്ചു. ഇപ്പം 18 വയസ്സുണ്ടായിട്ട് അത്ര കഠിനമായിരുന്നു അവന്റെ വില്ലേജിലാണ് ജീവിതം. ആൻഡ് പ്രോബബ്ലി മേഡ് ഹിം ലുക്ക് ഓൾഡർ. ഹി ബിലോങ് ടു ദ ഫീൽഡ് ബട്ട് ഹിസ് വില്ലേജ് വാസ് ഫാർ. അവനതുകൊണ്ട് ഈ ഹില്ലിൽ പണിയെടുത്തു, പക്ഷെ അവന്റെ വില്ലേജ് ആണ് ദൂരെയാണ്. ലാസ്റ്റ് ദ പ്രൊട്ടക്ടർ ഓഫ് ഗാഡ് ഫെയിൽഡ്. As a result, there was no money for salt, sugar, soap and flour. കഴിഞ്ഞ വർഷത്തെ ഉരുളക്കിഴങ്ങ് കൃഷി നഷ്ടമായി. ഉരുളക്കിഴങ്ങ് നശിച്ചു. അതുകൊണ്ട് അവർക്ക് പിന്നീട് പണമില്ലാതെ ഭക്ഷണ സാധനങ്ങൾ മേടിക്കും, ഉപ്പ് മേടിക്കാനോ പഞ്ചസാര മേടിക്കാനോ സോപ്പ് മേടിക്കാനോ, പിന്നെ ഫ്ലോർ മീൻസ് ധാന്യം പൊടികൾ മേടിക്കാനോ ഒന്നും പൈസ ഇല്ല. Nadu's parents' small brothers and sisters couldn't have enjoyed on onion and chops, which were about the only crops that had survived abroad. അവിടെ ഉണ്ടായ വലിയ ക്ഷാമം, ടോട്ടൽ ക്ഷാമം, ഭയങ്കര വരൾച്ച. എന്നൊരു ക്ഷാമത്തേക്കാൾ വരൾച്ച അവിടെ ഉണ്ടായ ഭയങ്കര വരൾച്ച ഭയങ്കരമായിട്ട് വന്നത്. വരൾച്ചയിൽ എന്ത് സംഭവിച്ചു? ഉള്ളക്കടലെല്ലാം ആകെ പിടിച്ചിരുന്നത് നമ്മുടെ സവോളയും ഏതാനും പച്ചക്കറികൾ. കാവേരി പോലത്തെ പച്ചക്കറിയാണ് ആൻറ്റിച്ചോപ്സ് എന്ന് പറയുന്നത്. ആൻറ്റിച്ചോപ്സിനെ കാവേരി പോലത്തെ പച്ചക്കറി അത് മാത്രം പിടിച്ചിരുന്നുള്ളൂ. അത് മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് നാദു തന്നെ അടിക്കണം. ഈ ഹേറ്റ്സ് ഫ്രം നോ റെയിൻ ഇൻ ദ സമ്മർ. മഴയെ പെയ്യുന്നു. നാദു വേവ് ഗുഡ് ബൈ ടു ദിസ് പീപ്പിൾ. അവനവിടെ നാമിലേക്ക് ഗുഡ് ബൈ പറഞ്ഞു പോകും. ആൻഡ് ഡിസൈഡ് ടു ലാൻഡ്സ്റ്റോൺ ഇവിടെ ഒരു ജോലി ചെയ്യാൻ തീരുമാനിച്ചു. ഹി വാസ് ടു യങ് ടു ഹാർഡ്. വലിയ ലാൻഡ്സ്റ്റോൺ പാറയിൽ ജോലി ചെയ്യാൻ മാത്രം അവന് പ്രായമില്ല. കാരണം വലിയ ലാൻഡ്സ്റ്റോൺ പൊട്ടിച്ച് തലവെച്ച് കൊടുക്കും, അത് ചുമന്ന് ലോറിയെ കയറ്റണം, അതിനുള്ള പ്രായമല്ല. അതുകൊണ്ട് പ്രീതസിന്റെ കൂടെ ക്ലീനറായിട്ട് കൂടി. പ്രീതസ് വണ്ണാത്ത ഓൾഡസ്റ്റ് ഡ്രൈവർ, അടിപോലെ ഏറ്റവും പ്രായം ചെയ്ത ഡ്രൈവറാണ്. ലുക്കിംഗ് ഫോർ സമ്മൺ ടു ക്ലീൻ ദ ലുക്ക് ആഫ്റ്റർ ദിസ് ട്രക്ക്. കാരണം ലാൻഡ്സ്റ്റോൺ ഈ വണ്ടി നിറഞ്ഞു കഴിയുമ്പോൾ വണ്ടിക്ക് അകമ്പോ മൊത്തം പൊടിയായി എല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി വണ്ടി ചെയ്യണം. അതിനൊരാളെ അതിന് ഇവനെ നിർത്തി. എന്നിട്ട് സ്ട്രോങ് ബോയ് ഹി വാസ് ടേക്കൻ അറ്റാൻ നോക്കി. എന്നിട്ട് കൂലി ഒരു ദിവസം 10 രൂപ. ഒരു ദിവസം വന്നാൽ 10 രൂപ കിട്ടും. പിറ്റേ ദിവസം വന്നാൽ വീണ്ടും 10 രൂപ കൂലി കളഞ്ഞു. That had been 6 months ago and now Nadu was 6 മാസം മുമ്പാണ് നാദു പ്രീതസിന്റെ ട്രക്കിൽ ക്ലീനറായിട്ട് വന്നത്. സ്ലീപ്പിംഗ്, ആ വണ്ടിയെ തന്നെ കിടന്നുറങ്ങും, വണ്ടിയെ തന്നെ ഭക്ഷണം കഴിക്കും. കാരണം അവർ വേറെ വീടുന്നില്ല. 15 year old സിക്ക് മുമ്പാണ് നമ്മുടെ നാദു പ്രീതസിന് 55 വയസ്സ്. പക്ഷെ മകനെ പോലെയാണ് നാദുവിനെ കാണുന്നത്. എല്ലാ രീതിയിലും വന്നു. പ്രീതസിംഗ് പ്രസ്ഡ് ഹാർഡ്. നോ ദർ വാസ് നോ വൺ. റോഡിൽ ആരും ഇല്ലെങ്കിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഹോൺ അടിച്ചു. ഇതിലത് വലിയ രസമില്ല. ഹോണിന്റെ വണ്ടിയുടെ ഹോണിന്റെ സംഗീതം കേൾക്കുന്നത് ലൈക്ക് ഗോയിങ്. സോ ഇറ്റ് വാസ് മ്യൂസിക് ടു ഹിസ് ഇയേഴ്സ്. 1 more years on this road. ഞാൻ അനോട്ടേഷൻ 1 more years. ഒരു വർഷം കഴിഞ്ഞ് വണ്ടി പോയി. അതിനുശേഷം റിട്ടയറായിട്ട് നാട്ടിൽ പഞ്ചാബിൽ എത്തിച്ചു. അപ്പൊ നാട് തിരിച്ചു പറയുന്ന ഉത്തരമാണ് ഇറ്റ് വിൽ റിട്ടയർ ബിഫോർ ദി ഇമ്പോർട്ടൻസ്. ഇതെല്ലാം വിഷയങ്ങളും ഇറ്റ് വിൽ റിട്ടയർ ബിഫോർ. അങ്ങേക്കാൾ മുമ്പ് അങ്ങയുടെ വണ്ടി റിട്ടയർ. ഒരു വർഷം ഓടി, ഒരു വർഷം കഴിഞ്ഞ് വണ്ടി ഇരുന്നിട്ട് വേണം. കാരണം വണ്ടി അതിനേക്കാൾ മുമ്പ് റിട്ടയർ. ഇവിടെ ഇറ്റെന്ന് ഉദ്ദേശിക്കുന്നത് വെഹിക്കിളാണ്, ഈ ലോറിയാണ്. 20 വയസ്സുള്ള ലോറി. അപ്പൊ പ്രീതസിംഗ് പറയുന്നത് ഹൂ വിൽ ബൈ ദിസ് ബൈക്ക്? ആര് മേടിക്കും? കാരണം ആദ്യം ഡോണ്ട് ചീറ്റി. ഷീസ് ഓൺലി 20 years. അയ്യോ, ഇവൾക്ക് 20 വയസ്സായി. ഇവൾക്ക് 20 വയസ്സായി. ഇവൾക്ക് എന്ന് പറഞ്ഞാൽ ലോറിക്ക്. അതുകൊണ്ട് ഇപ്പോഴും നല്ല ഗുഡ് കണ്ടീഷനിലാണ്. നീ കണ്ടോളോടാ. ആൻഡ് ആസ് ടു പ്രൂവ് ഇറ്റ് ബിലോ ബെറ്റർ ദാൻ ഹോൾഡ് പരിപരിത ശബ്ദം ആൻഡ് എക്കോയുടെ റിയൽ കോയിൽ അവിടെ എല്ലാം പ്രതിഫലിച്ചു. എ പെയർ ഓഫ് ജോർജ് ആൻഡ് മൗണ്ടൻ ജോർജ് കുത്തനെയിലേക്ക് വണ്ടി പോയി. പെട്ടെന്ന് കുറച്ച് മൃഗങ്ങൾ പെയർ ഓഫ് വൈൽഡ് ഫൗൾ കാട്ടിൽ
ഡിസ്പേർഡ് ബൈ ദ വോയിസ്. പക്ഷികളാകാം, എന്തെങ്കിലും ആകാം. അവയുടെ ശബ്ദം ഈ വണ്ടിയുടെ ശബ്ദത്തെ അലസോരപ്പെടുന്നു. ഫ്ലൂട്ട് ഫ്രം ദി പക്ഷികൾ ഫ്ലൂട്ട് ഫ്രം ദി ബുഷസ്. അവിടെയുള്ള കുറ്റിച്ചെടികളിലായിരുന്ന പക്ഷികൾ വൈൽഡ് പക്ഷികൾ പറന്നു. പ്രീതസിംഗ് തോട്ട്സ് മെയ്ഡ് ദിസ് ഡിന്നർ. എന്നാൽ ഭക്ഷണം ഉച്ചഭക്ഷണം കഴിക്കാറായി. ഹാവിംഗ് ഹാഡ് എ ഗുഡ് മീൽ ഫോർ ഡേ. അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കാറായിടാ, ഭക്ഷണം കഴിക്കണ്ടേടാ. ഹാവിംഗ് ഹാഡ് എ ഗുഡ് മീൽ ഫോർ വീക്സ്. ഇന്നത്തേക്ക് മാത്രമാണ്, ഒരാഴ്ചത്തേക്കിന് നല്ലൊരു ഭക്ഷണം കിട്ടും എന്ന് ചോദിച്ചു. Now we can stop here and start the next class. Okay, thanks.